വിഷന്റെ വലിയൊരു പ്രത്യേകത, അതിന് ഒരു ആന്തരികമായ ശക്തിയുണ്ട് വിഷന്. ഓക്കെ, വിഷൻ ആന്തരികമായ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ വിഷന് അത് ഫുൾഫിൽ ചെയ്യുന്നത് വരെ വിഷൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പരാജയങ്ങൾ ഒരിക്കലും ഒരു സ്ഥിരമായ കാര്യമല്ല. പരാജയങ്ങൾ ഒരു താൽക്കാലിക തടസ്സം മാത്രമാണ്. ഓക്കെ, പരാജയങ്ങൾ ഒരു താൽക്കാലിക തടസ്സം മാത്രമാണ്, സ്ഥിരമായ ഒന്നല്ല പരാജയം. ഇറ്റ് ഈസ് ഓൺലി എ ടെമ്പററി ഡിസ്റ്റർബൻസ്. ഫെയിലിയർ ഈസ് ഓൺലി എ ടെമ്പററി ഡിസ്റ്റർബൻസ്. നിങ്ങളിത് വായിച്ച് പറയുമോ? ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്ന ഒരു ഇംഗ്ലീഷും അല്ലാത്തൊരു മലയാളം പറയാം. ഫെയിലിയേഴ്സ് ആർ ഓൺലി ടെമ്പററി ഡിസ്റ്റർബൻസ്. അതൊരു താൽക്കാലികമായ ഡിസ്റ്റർബൻസ് മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു സ്ഥിരമായിട്ട് ചെയ്ത് സക്സസ് എന്ന് പറയുന്ന ഒരു മിത്താണ്. ആക്ച്വലി സക്സസ് ഈസ് എ മിത്ത്, ദാറ്റ് ഈസ് അനദർ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഫെയിലിയർ ഒരു മിത്താണ്. രണ്ടും ഒരു ട്രൂത്ത് അല്ല, അതുകൊണ്ട് ഫെയിലിയർ ഒരിക്കലും ഒരു ട്രൂത്താണ് നമ്മൾ ചിന്തിക്കരുത്. ഇറ്റ് ഈസ് ഓൺലി ടെമ്പററി ഡിസ്റ്റർബൻസ്. ഇതുകൊണ്ട് നമ്മൾ നിൽക്കാൻ പാടില്ല, നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ, നമ്മൾ നദിയെ നോക്കിയേ, നദി ഒഴുകി വരുന്ന സമയത്ത് വലിയ പാറക്കെട്ടുകൾ നദിയുടെ മധ്യത്തിൽ ഒരു പക്ഷെങ്കിൽ കണ്ടെന്ന് വരാം. ഒരു നിമിഷം നേരത്തേക്ക് ഈ നദിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ വരും. പക്ഷെ അടുത്ത നിമിഷം ഈ നദി പാറക്കെട്ടുകളുടെ രണ്ട് വശങ്ങളിലൂടെ വഴി കണ്ടെത്തി അപ്പുറത്തെ സൈഡിൽ ചെന്ന് വീണ്ടും പഴയതുപോലെ നദിയായിട്ട് ഒഴുകിപ്പോകും. അതുകൊണ്ട് എല്ലാ ഫെയിലിയറും ഇറ്റ് ഈസ് ഓൺലി ടെമ്പററി ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് താൽക്കാലികമായ ഒരു ശല്യം, ഒരു അസൗകര്യം, അത് മാത്രമാണ് പരാജയം. മാത്രമല്ല, പരാജയത്തെ നമ്മൾ വീണ്ടും കാണേണ്ടത് ഓരോ പരാജയങ്ങളും ഓരോ ടേണിംഗ് പോയിന്റ് ആണ്. ഈ പിക്ചർ നിങ്ങൾ നോക്കിയേ, ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ്. ഇതുവരെ വന്ന വഴി സ്റ്റോപ്പ്, മറ്റൊരു വഴിയിലേക്ക് പോവുക. ഇതുവരെ നിങ്ങളുടെ അസോസിയേഷൻ ശരിയല്ല, മറ്റൊരു അസോസിയേഷനിലേക്ക് പോവുക. ഇതുവരെയുള്ള നിങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കുന്നതല്ല, ഫൈൻഡ് അനദർ ടീം. ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ്. ഫെയിലിയേഴ്സിനെ കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല, നെടുവേർപ്പെടേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ്. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ വി ആർ മൂവിങ് ത്രൂ അനദർ വേ വിത്ത് ദ സെയിം വിഷൻ. അതേ ദർശനം മാറുന്നില്ല, ദർശനം സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിഷൻ ഈസ് പെർമനന്റ്, അത് സബ്സ്റ്റാൻഷ്യൽ ആണ്, സ്ഥിരമാണ്, അതിനൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അതേ ദർശനമായിട്ട് ഒരു പുതിയ വഴിയിലൂടെ നമ്മൾ പോവുകയാണ്. വി ആർ നോട്ട് ചേഞ്ചിങ് അവർ വിഷൻ, വി ആർ മൂവിങ് വിത്ത് ദ സെയിം വിഷൻ ത്രൂ എ ന്യൂ വേ. എല്ലാ ഫെയിലിയറും ഒരു ടെമ്പററി ഡിസ്റ്റർബൻസ് ആണ്. ഫെയിലിയർ എല്ലാം ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഓരോ പരാജയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വിജയിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ട് വിജയിച്ചു എന്ന് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും. പരാജയപ്പെടും മാത്രമല്ല, വിജയിക്കുമ്പോഴും ഞാൻ എന്തുകൊണ്ട് ഇതിൽ വിജയിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇതിൽ പരാജയപ്പെട്ടു. ഓക്കെ, ഓരോ പരാജയം വരുമ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. പരാജയപ്പെടുമ്പോൾ ഒരു ബുക്ക് എടുക്കുക, അതിലെഴുതുക എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു അച്ചീവ്മെന്റ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്, എങ്ങനെ എനിക്ക് വിജയിക്കാണ്ട് കഴിഞ്ഞു. രണ്ട് കാര്യങ്ങളും വിലയിരുത്തണം. പരാജയം മാത്രം വിലയിരുത്തുകയല്ല, വിജയത്തെ നമ്മൾ എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്.